ഹലോ ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ എന്ന ഭാഗത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. ദയവ് ചെയ്ത് ഈ ക്ലാസ്സിൻ്റെ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ അസറ്റ് വിച്ച് ആർ അക്വയർ ഫോർ പ്രൊലോങ്ഡ് യൂസ് ആർ. വളരെ നീണ്ട വർഷം അല്ലെങ്കിൽ നീണ്ട കാലം ഉപയോഗിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അക്വയർ ചെയ്യുന്ന അസറ്റ് ഏതാണ്? ആൻസർ ഫിക്സഡ് അസറ്റ്. ആൻസർ ഫിക്സഡ് അസറ്റ്. അസറ്റ് അക്വയർഡ് ഫോർ റീറ്റെയിനിങ് ഇൻ ദ ബിസിനസ് ഫോർ ജനറേറ്റിംഗ് റവന്യൂ ആർ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: അസറ്റ് അക്വയർഡ് ഫോർ റീറ്റെയിനിങ് ഇൻ ദ ബിസിനസ് ഫോർ ജനറേറ്റിംഗ് റവന്യൂ ആർ. ആൻസർ ഫിക്സഡ് അസറ്റ്. അതായത് ബിസിനസ്സിലേക്ക് ഈ അസറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം തന്നെ റവന്യൂ ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള അസറ്റിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. അസറ്റ് വിച്ച് ആർ അക്വയർഡ് വിത്തൗട്ട് ആൻ ഇൻറ്റൻഷൻ ടു റിയലൈസ് വിത്തിൻ 1 year ആർ കോൾഡ്. അതായത് ഒരു വർഷത്തിനകം അത് മാറി വാങ്ങണമെന്നോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്നോ ഒക്കെയുള്ള ഉദ്ദേശമില്ലാതെ വാങ്ങുന്ന അസറ്റും ഏതാണ്? ആൻസർ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് അസറ്റ്. ഇത് ടാഞ്ചിബിൾ അസറ്റ് ആണ്. ആൻസർ ഏതാണ്? ടാഞ്ചിബിൾ അസറ്റ്. ഗുഡ്വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഫ്രാഞ്ചൈസി, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ്. ഗുഡ്വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഫ്രാഞ്ചൈസി, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ്. ആൻസർ ഇൻടാഞ്ചിബിൾ അസറ്റ്. മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ് എക്സെട്ര ആർ വേസ്റ്റിംഗ് അസറ്റ്. മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ് തുടങ്ങിയ നാച്ചുറൽ റിസോഴ്സസ് വേസ്റ്റിംഗ് അസറ്റ് ആണ്. അടുത്തത് അസറ്റ് വിച്ച് ആർ അക്വയർഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു റിയലൈസ് വിത്തിൻ 1 year ആർ കോൾഡ്. അസറ്റ് വിച്ച് ആർ അക്വയർഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു റിയലൈസ് വിത്തിൻ 1 year ആർ കോൾഡ്. ഒരു വർഷത്തിനകം റിയലൈസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള അസറ്റിനെ വിളിക്കുന്ന പേരാണ് കറന്റ് അസറ്റ്. കറന്റ് അസറ്റിൻ്റെ തന്നെ മറ്റു പേരുകളാണ് പറയുന്നത്: വർക്കിംഗ് അസറ്റ്, ഫ്ലോട്ടിംഗ് അസറ്റ്, സർക്കുലേറ്റിംഗ് അസറ്റ്, ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്, അക്രൂഡ് ഇൻകം, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്ര ആർ കറന്റ് അസറ്റ്. ഏതാണ്? കറന്റ് അസറ്റ്. നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നത് ഏത് ഹെഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്? നമ്മൾ ഓരോരുത്തരും ചാടിക്കേറിയ ആൻസർ എഴുതും കറന്റ് അസറ്റിൻ്റെ അണ്ടറിലാണ്. പക്ഷേ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമുക്ക് അടയ്ക്കേണ്ട ഒരു എമൗണ്ട് മുൻകൂട്ടി അടച്ചു കഴിഞ്ഞു എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻസ് ആണ്. അതുകൊണ്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് എപ്പോഴും വരുന്നത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ: എ പെർമനന്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഡിമിനിഷൻ ഇൻ ദ വാല്യൂ ഓഫ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂയിലുണ്ടാകുന്ന സ്ഥിരമായിട്ടുള്ളൊരു കുറവിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ. എ ഫോൾ ഓർ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ്. ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂയിലുണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ നഷ്ടം, ഇതിന് പറയുന്ന പേരാണ് അമോർട്ടൈസേഷൻ. എന്താണ്? അമോർട്ടൈസേഷൻ. അടുത്തത് എ ഫോൾ ഇൻ ദ വാല്യൂ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്.
വേസ്റ്റിംഗ് അസറ്റിന്റെ വിലയിൽ ഉണ്ടാകുന്ന കുറവിന് പറയുന്ന പേരാണ് ഡിപ്ലീഷൻ. എന്താണ്? ഡിപ്ലീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് കറന്റ് അസറ്റ്. കറന്റ് അസറ്റിന്റെ വിലയ്ക്കുണ്ടാകുന്ന ചാഞ്ചാട്ടത്തിന് പറയുന്ന പേരാണ് ഫ്ലക്ച്വേഷൻ. എന്താണ്? ഫ്ലക്ച്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ അസറ്റ് വിച്ച് ഈസ് നോ സബ്ജക്റ്റഡ് ടു ഡിപ്രീസിയേഷൻ ഈസ്. ഒരിക്കലും ഡിപ്രീസിയേഷന് വിധേയമാകാത്ത ഒരു അസറ്റാണ് ആൻസർ ലാൻഡ്. ഡിപ്രീസിയേഷൻ ഈസ് ഡാഷ് ടു ദ ബിസിനസ് ആൻഡ് ഡാഷ് ഓൺ ദ അസറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷൻ എന്താണ്? അസറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് എക്സ്പെൻസ് ടു ദ ബിസിനസ് ആൻഡ് ലോസ് ഓൺ ദ അസറ്റ്. അസറ്റിന് ലോസ് ആണ്, ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു ഡാഷ് അസറ്റ്. ഡാഷ് അക്കൗണ്ട്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഡെബിറ്റഡ് ടു ഏത് അക്കൗണ്ടാണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. ക്രെഡിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഈസ് ഡാഷ് ഓഫ് ഫണ്ട്. ഡിപ്രീസിയേഷൻ എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. സോഴ്സ് ഓഫ് ഫണ്ട്. അടുത്ത എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ചാർജ്ഡ് അഗൈൻസ്റ്റ് റവന്യൂ ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ് പ്രിൻസിപ്പിൾ. റവന്യൂവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഡിപ്രീസിയേഷൻ കണക്കാക്കുകയാണെങ്കിൽ അത് എന്ത് പ്രിൻസിപ്പിൾസിന് ഉദാഹരണമാണ്? ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്? നമുക്കറിയാം, മാച്ചിങ് കൺസെപ്റ്റാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ്സിൽ ഒരു റവന്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാകണമെന്നുള്ള കൺസെപ്റ്റാണ് മാച്ചിങ് കൺസെപ്റ്റ്. ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ചാർജ്ഡ് എഗനിസ്റ്റ് റവന്യൂ ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ മാച്ചിങ് കൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് എഗനിസ്റ്റ് ദ അസറ്റ് ഇൻ വ്യൂ ഓഫ് ഡാഷ് കൺസെപ്റ്റ്. ഒരു അസറ്റിന്മേൽ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഏത് കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏത് വേണം? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വർഷം കൊണ്ട് ഈ ബിസിനസ് അവസാനിക്കുന്നില്ല, ബിസിനസ്സിന് കുറേ അധികത്തെ ലൈഫ് നീണ്ടു കിടക്കുകയാണ് എന്ന് കാണിക്കുന്ന കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അപ്പോഴാണ് നമുക്ക് ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. ഡിപ്രീസിയേഷൻ ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ് റാദർ ദാൻ വാല്യുവേഷൻ ഓഫ് അസറ്റ്. ഡിപ്രീസിയേഷൻ ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ് റാദർ ദാൻ വാല്യുവേഷൻ ഓഫ് അസറ്റ്. ആൻസർ അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ബേസിസ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ബേസ് ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ആദ്യത്തെ ഡാഷിൻ്റെ അവിടെ ഒറിജിനൽ കോസ്റ്റ്, സെക്കൻഡ് ഡാഷിൻ്റെ അവിടെ എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം. ഒറിജിനൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം ആർ ദ ബേസിസ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് after the expiry of its lifetime is called. The value of an asset after the expiry of its lifetime. അതിൻ്റെ ലൈഫ് ടൈം അവസാനിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ. എന്താണ്? സ്ക്രാപ്പ് വാല്യൂ. The original cost of the asset minus scrap value is called. അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡിപ്രീഷ്യബിൾ വാല്യൂ. ഡിപ്രീഷ്യബിൾ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ടു ഫൈൻഡ് ഔട്ട് കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റോ ലോസോ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഡിപ്രീസിയേഷൻ കൊടുത്തിരിക്കണം. അടുത്തത്, നോൺ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈസ് ആൻ എറർ ഓഫ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്താണ്? ഡിപ്രീസിയേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ഏത് ടൈപ്പിലുള്ള എററാണ്? ആൻസർ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ആൻസർ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് പ്രൊവൈഡഡ് ഓൺ ലാൻഡ് ബിക്കോസ്.
നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും എന്താണ് ലാൻഡിന് ഡിപ്രീസിയേഷൻ വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇറ്റ്സ് ലൈഫ് ടൈം കനോട്ട് ബി എസ്റ്റിമേറ്റഡ്. ലൈഫ് ടൈം എസ്റ്റിമേറ്റ് ചെയ്യാത്ത ഒരു വസ്തുവിന് എന്ത് കണക്കാക്കാൻ പാടില്ല? ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്തിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാത്തത്? ഈ പറഞ്ഞ ലാൻഡിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാത്തത്. ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഒരു ഭാഗവുമായിട്ട് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ അടുത്ത ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയെങ്കിലേ ഈ ക്ലാസ് അവസാനിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.